മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ശിവഗിരി മഠത്തിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി ശുഭാനന്ദ സ്വാമി, ട്രഷറർ ശാരദാനന്ദ സ്വാമി എന്നിവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. ശിവഗിരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ആവശ്യങ്ങളും സ്വാമിമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ശിവഗിരിയിലെത്തുന്നത്. കേരളത്തിൽ സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം പരിവർത്തനമുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന, സോദരരെ പോലെ ഒരുമിച്ച് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ ഗുരുവിൻ്റെ ആദർശങ്ങൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ തീർച്ചയായും നമ്മളെ എല്ലാവരെയും സഹായിക്കും. ഗുരു സ്വപ്നം കണ്ട ഒരു കേരളമാണ് ഈ സർക്കാരിൻ്റെയും മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഗുരു സമാധിയിൽ വെച്ച് ഞാനിവിടെ പുതുക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ശിവഗിരി എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായി മാറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായും ഗുരു സ്വപ്നം കണ്ട കേരളമാണ് ഈ സർക്കാരിന്റെ മുന്നിലുള്ളത്. ശ്രീനാരായണ ഗുരുദേവ ദർശനം പോലെ എല്ലാവരും സഹോദരരെ പോലെ കഴിയുന്ന മാതൃകാപരമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് സർക്കാരിന്റെയും കാഴ്ചപ്പാടെന്ന് സച്ചിദാനന്ദ സ്വാമി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവറുകൾ ജാതി മത ഭേദചിന്തകൾക്ക് അതീതമായി നമ്മുടെ രാഷ്ട്രത്തെ നയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് കേരളീയ ജനതയ്ക്കുള്ളത്. അദ്ദേഹം നല്ല രാഷ്ട്രതന്ത്രജ്ഞനാണ്, നല്ല നയ ചാതുര്യമുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ പോലെ ശോഭിച്ച പ്രതിപക്ഷ നേതാക്കൾ വളരെ കുറവാണ് എന്ന് പറയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കേരളത്തിന് എന്താണോ ആവശ്യം, ഭൗതികവും ആത്മീയവുമായ പുരോഗതി, അത് സംലഗ്ധമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത രൂപത്തിലുള്ള ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുവാനും അതുപോലെ ശ്രീനാരായണ പ്രസ്ഥാനത്തെ തന്നെ സംശുദ്ധമാക്കിയെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങളുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ശിവഗിരിയുടെ സമഗ്ര വികസനത്തിനായി 3 പ്രധാന നിവേദനങ്ങൾ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ശിവഗിരി തുരുപ്പ് നവീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. കൂടാതെ 6 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇത് യാഥാർത്ഥ്യമായാൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മികച്ച സേവനവും ലഭിക്കുമെന്ന് മഠം അധികൃതർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ദൈവദശകത്തിലെ 3 പദ്യങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രാർത്ഥനാഗാനമായി അംഗീകരിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.